വയനാട്ടിൽ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. എരുമക്കൊല്ലി പൂളക്കുന്ന് സ്വദേശി അറുമുഖനാണ് മരിച്ചത്. ജോഷില PV ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ജോഷില, കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് എത്രാമത്തെയോ തവണയാണ് കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നത്. ഇത് എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? അന്ന, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എരുമക്കൊല്ലി സ്വദേശിയായ അറുമുഖനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത്. ഈ ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ്. കാട്ടാന ഭീതി പരത്തുന്ന ഇടമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. DFO അടക്കമുള്ള ആളുകൾ വന്നതിന് ശേഷം മാത്രമേ മൃതദേഹം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല. ജോഷില, കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ക്രമീകരണമുള്ള ഇടമായിരുന്നു? തീർച്ചയായും അന്ന, ഈ ഭാഗത്തൊക്കെ തന്നെ സുരക്ഷാ ക്രമീകരണം നേരത്തെ തന്നെ ഇതിനടുത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു ആക്രമണം നടത്തിയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാലും കാട്ടാനയാണ്, നമുക്കറിയാലോ, ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്രമണമാണ് നടക്കാറുള്ളത്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ആനയുടെ മുന്നിൽ പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കാത്ത വിധത്തിലാണുള്ളത്. ആളുകൾ DFO എത്തിയതിനു ശേഷം എടുത്തു മാറ്റാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അന്ന, മൃതദേഹം മാറ്റാൻ അവിടുന്ന് നാട്ടുകാർ അനുവദിക്കുന്നില്ല എന്നാണ്. അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നാണ് കരുതുന്നു? അധികൃതർ എന്താണ് പറയുന്നത്? ഹലോ ജോഷില, മൃതദേഹം അവിടുന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല. മൃതദേഹം മാറ്റാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അതിൽ അധികൃതർ എന്താണ് പറയുന്നത്? ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അവിടെ എത്തിയിട്ടുണ്ട്. DFO അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം എത്തും. അതിനുശേഷം ഇതിന് പരിഹാരം കാണും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മരിച്ച ആളുടെ കുടുംബം എന്താണ് പറയുന്നത്? പ്രത്യേകിച്ചും ഇത് എപ്പോഴാണ് സംഭവം നടന്നത്, അദ്ദേഹം എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? അന്ന, അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ്, സന്ധ്യയോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ജോലിക്ക് പോയി മടങ്ങവെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന മേഖലയാണ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കാട്ടാന ആക്രമണത്തിൽ വീണ്ടും വയനാട് ഒരാളുടെ കൂടി ജീവൻ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. അന്ന, വയനാട്ടിൽ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണമുണ്ടായിരിക്കുന്നെന്ന ദുഃഖകരമായ വാർത്തയാണ്. എരുമക്കൊല്ലി പൂളക്കുന്ന് സ്വദേശിയായ അറുമുഖനാണ് മരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ കാട്ടാന ആക്രമണമുണ്ടായി എന്ന് അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ജോഷില PV വിവരങ്ങൾ നൽകിയത്.